ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ എല്ലാവരും കൂടി ചോദ്യം ചെയ്യുകയാണ് ആദർശിനെയും അതുപോലെ നവ്യയും ഒക്കെ. ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടണം. നവ്യയുടെ ഫോട്ടോ എല്ലാവരും കണ്ടു കേട്ടോ. എന്താ നവ്യ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദ്യം ചെയ്യുക. ആദർശാണെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആർക്കാടി ബന്ധമുള്ളത്? ഫോട്ടോസൊക്കെ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ആദർശ് ചോദിച്ചപ്പോഴേക്കും എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടോ, ഇവൻ അയച്ചു കൊടുത്തതാണ് ഇവളുടെ കാമുകൻ. അതുകൊണ്ട് സമനില തെറ്റി മദ്യപിച്ച് ലക്ക് കെട്ടി ഇരിക്കുക ഇവൻ. കള്ളഗർഭം അഭിനയിച്ച് നീ ഈ വീട്ടിലുള്ളവരെ പറ്റിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. എന്തും അടിയത് അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് അടുത്ത സംഭവം കൊണ്ട് വന്നേക്കുക. മുത്തശ്ശന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മുത്തച്ഛന് മനസ്സമാധാനം കൊടുക്കണമെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തി ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ മനസ്സമാധാനം കൊടുക്കാനാടി, എങ്ങനെ മനസ്സമാധാനം കിട്ടാനാ? നമ്മുടെ കുടിച്ചിട്ട് സംസാരിക്കുക. ഈ പോക്ക് പോയാൽ നീ കൂടെ ഉണ്ടെങ്കിൽ മുത്തച്ഛനൊക്കെ മുന്നേ ഞാൻ പോകും. മദ്യം കഴിച്ച് ലിവർ സിറോസിസ് വന്ന് ഞാൻ മരിക്കൂടി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിയിരിക്കുകയാണ്. ഇവളുമാർ രണ്ടുപേരും വന്നതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ താളം തെറ്റിയിരിക്കുക എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുക. അതിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടി നടന്നാലോ? അപ്പോൾ ആദർശ് പറഞ്ഞു, നവ്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ മോൻ്റെ ജീവിതം തൊലഞ്ഞു, അപ്പോൾ നീ ഇവളെ ന്യായീകരിക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജെ അവൻ പറയാനുള്ളത് പറയട്ടെ. മോനെ നീ പറ, എന്താ സംഭവം? അത് കുറച്ച് ദിവസമായിട്ട് നിർമ്മലെന്ന് പറയുന്ന ഒരുത്തർ നവ്യയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു, എന്തായാലും ഇതിനു മുമ്പ് ഉണ്ടായ സംഭവമൊക്കെ മറച്ചു വെച്ചതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ആദർശേട്ടനോട് പറഞ്ഞു. അപ്പം നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചതും നിർമ്മൽ വന്നതും അതുപോലെ ആദർശ് പിന്തുടർന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നയനയുടെ കൈ മുറിഞ്ഞ കാര്യം വരെ പറഞ്ഞപ്പോഴേക്കും കണ്ടോ ഏട്ടത്തിയുടെ മോൻ അന്ന് കള്ളം പറഞ്ഞത് കേട്ടില്ലേ? അന്ന് പറഞ്ഞില്ലേ അവനെ അതുകൊണ്ട് ഇവിടെ ഓടാൻ പോയതാണോ എന്തിനോ പോയതാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഏട്ടത്തിയുടെ മോൻ കള്ളം പറഞ്ഞിരിക്കുന്നു, നല്ല അന്തസ്സായിട്ട് അവൻ കള്ളം പറഞ്ഞിരിക്കുന്നു. നീ എന്താടാ അതൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാവുന്ന കാര്യമല്ലേ? അപ്പോൾ അഭി കൈ കൊട്ടി ചിരിക്കുക. എൻ്റെ ഭാര്യ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് സ്വന്തം ഏട്ടൻ്റെ അടുത്ത്. അപ്പോഴും ഭർത്താവിനൊരു വിലയില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നീയും നിൻ്റെ അമ്മയും അത് തെറ്റായ അർത്ഥത്തിലല്ലേ എടുക്കുകയുള്ളൂ. എൻ്റെ ചേച്ചിയുടെ നിരപരാധിത്വവും നിസ്സഹായ അവസ്ഥയൊന്നും നിങ്ങൾ കണക്കിലെടുക്കില്ല. അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ശരിയാ, എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താ നയനമോളോ നവ്യമോളോ ഇത് പറയുന്നത് നിങ്ങളോട്? അപ്പോഴേക്കും ഇപ്പം നിങ്ങൾ എവിടെ പോയിട്ട് വരിക? എന്തായാലും ഇന്നലെ അവൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു. അതുകൊണ്ട് ഇന്ന് അവൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതുമായിട്ടാണ് ഞങ്ങൾ പോയത് എന്ന് ആദർശ് പറയുക. 10 ലക്ഷം രൂപയോ? ഇല്ലില്ല, രൂപയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞ സ്ഥലത്തൊരു ബാഗ് മാത്രമാണ് കൊണ്ടുവച്ചത്. ആ സമയത്ത് വേറൊരുത്തനെയാണ് ഞങ്ങളവിടെ കണ്ടത്. അവനെ പിടിച്ച് ചോദ്യം ചെയ്തിട്ടാണ് വിട്ടത്. അവനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ, ഇത് പോലീസിൽ അറിയിക്കണം. ഇതിൻ്റെ പിന്നിൽ കളിച്ച് ആരൊക്കെയാണെന്ന് അറിയണം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഞാൻ അറിയിച്ചിട്ടുണ്ട്, അത് പോരാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ പിടിക്കണം, വിശദമായിട്ട് തന്നെ അന്വേഷണം വേണം. അപ്പം ജലജ പറഞ്ഞു, പോലീസും അന്വേഷണവും കേസും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ഒരു നിമിഷം പോലും ഇവളിവിടെ നിൽക്കാൻ പാടില്ല. ഇറങ്ങ്, ഇനി എനിക്കിങ്ങനെ ഒരു മരുമോള് വേണ്ട. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അവളെ വിടി ജലജെ. അപ്പോൾ അഭിയും പറഞ്ഞു, എനിക്കിനി ഇവളെ വേണ്ട, ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞിട്ട് നവ്യയെ പുറത്താക്കാനുള്ള ശ്രമമാണ് അഭിയും ജലജയും കൂടി. അപ്പോൾ ആദർശ് പറഞ്ഞു, അതിനവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇതൊക്കെ കമ്പ്യൂട്ടറിൽ മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോസാണ്, ഇതുപോലെ വീഡിയോസും ഉണ്ടാക്കാൻ പറ്റും. ഓഹോ അത് കൊള്ളാമല്ലോ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുത്തിയുടെ ഭർത്താവെന്ന് ഇനി പറയേണ്ട വരും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു, സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് കണ്ടാൽ അവരെ സപ്പോർട്ട് ചെയ്യണം. നിൻ്റെ പെങ്ങന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നീ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോഴേക്ക് ഏട്ടൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തായിരുന്നു അവസ്ഥ? എന്തായാലും ഏട്ടൻ്റെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനത് സമ്മതിക്കുമായിരുന്നോ? ഇല്ല. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിലായതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ജലജ ഇവളെ പിടിച്ച് തള്ളാൻ പോയതാണ്. നയന തലകറങ്ങി അങ്ങ് വീണു. നവ്യ തലകറങ്ങി അങ്ങ് വീണു. നയന പോയി അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുക, എന്താ ചേച്ചി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്.
എനിക്ക് തീരെ വയ്യ, എന്തായാലും ഇത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്. പിന്നെ എന്തിനാണ് ഡോക്ടറെ വിളിക്കുന്നത് എന്ന് ജലജ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവളുടെ വീട്ടുകാരും കാണിക്കുന്ന അടവല്ലേ ഈ തലകറങ്ങി വീഴൽ. ശരീരം തളർന്ന് വീഴുന്നതോടെ എല്ലാത്തിനും ക്ലൈമാക്സ് ആവുമല്ലോ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ജലജെ, നവ്യമോൾ ഇവിടെ താമസിക്കുന്നത് നിനക്കും നിൻ്റെ മോനും പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകണം. ഈ വീടിൻ്റെ രീതികളനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ആരും ഇവിടെ താമസിക്കേണ്ട. സ്വന്തം മരുമകളുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം നീ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എന്നും പറഞ്ഞിട്ട് അഭിയുടെ അരികിലേക്ക് ചെന്നിട്ട് അഭിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട്, സ്വന്തം ഭാര്യയ്ക്കൊരു പ്രശ്നം വരുമ്പോൾ നിന്നെ അറിയിക്കാതെ നിൻ്റെ ഏട്ടനെ അറിയിച്ചെങ്കിൽ അത് നിൻ്റെ കഴിവുകേടാണ്, അല്ലാതെ നിൻ്റെ വല്ല നന്മയോ നിൻ്റെ ഭാര്യയുടെ കുറ്റമോ അല്ല. നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ അത്രേ വിശ്വാസമുള്ളൂ. അത് കാര്യമില്ല. ജന്മനാ നീ ഒരു കള്ളനാണ്. കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു അമ്മയുടെ മകനാണ്. അപ്പം അച്ഛാ, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? നീ നിൻ്റെ ജന്മത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട് ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക. നവ്യാണെങ്കിൽ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞപ്പം ജയനോട് പറഞ്ഞു, മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കുക, നവ്യയെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് കിടത്ത്. അങ്ങനെ നവ്യയെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് കിടത്തി. മുത്തശ്ശൻ അഭിയെയും ജലജയെയും നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിന് പുറത്തായിരിക്കും. എന്തായാലും നവ്യയെ പിടിച്ചുകൊണ്ട് നയനയും ആദർശം കൂടിയാണ് മുറി കൊണ്ട് കിടത്തുന്നത്. ആദർശ് നവ്യയെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് നയനയും പറയുകയാണ്. ആദർശ് പറഞ്ഞു, എന്തായാലും നവ്യ ആരും ഇവിടെ കുറ്റപ്പെടുത്തുമൊന്നുമില്ല. പിന്നെ കുറേ ടെൻഷൻ അടിച്ചില്ലേ, അതാ ഇങ്ങനെ തളർന്നു പോയത്, പേടിക്കൊന്നും വേണ്ട. അപ്പം നവ്യ പറഞ്ഞു, എന്നാലും എൻ്റെ ഭർത്താവും അവൻ്റെ അമ്മയും ഇതൊരു അവസരമായിട്ട് കണ്ടിട്ട് എന്നെ പുറത്താക്കാൻ നോക്കല്ലേ. എന്തായാലും അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് നവ്യയോട് ആദർശ് പറയുക. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, നയന ഭാഗ്യവതിയാണ്. കാരണം നയന എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ശരിയായ എന്ത് കാര്യം പറഞ്ഞാലും ആദർശേട്ടൻ നയനയ്ക്കൊപ്പം നിൽക്കുമല്ലോ. ആ ഒരു സ്നേഹവും സംരക്ഷണമാണ് എനിക്ക് കിട്ടാത്തത്. അപ്പോഴേക്കും സ്നേഹത്തിലൂടെ മാത്രമേ അഭിയെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സ്നേഹത്തിലൂടെ നമുക്ക് ആരെയും മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴേക്കും നയന പറഞ്ഞു, അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. സ്നേഹത്തിന് പകരം സ്നേഹം തന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ഭാര്യമാരെ വിശ്വസിച്ചാൽ നന്നായിരുന്നേനെ എന്നും പറഞ്ഞൊരു കുത്തും കൊടുത്തു നയന സംസാരിക്കുക. എന്തായാലും ആ നിർമ്മലിൻ്റെ ശല്യം ഇനി ഉണ്ടാവില്ല, ഇനി പിടിക്കപ്പെട്ടാൽ അത് അവൻ്റെ അവസാനമായിരിക്കും എന്നും പറഞ്ഞ് ആദർശ് പോവുക. എന്തായാലും അഭിയോട് പലപ്പോഴും ഞാനെല്ലാം പറയണമെന്ന് വിചാരിച്ചതാ. എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നേരത്തെ പൊളിഞ്ഞേനെ. അവനും അവൻ്റെ അമ്മയും ഒരു കാരണം കാത്തിരിക്കുകയല്ലേ നമ്മളിവിടെ നിന്ന് പുറത്താക്കാനായിട്ട്. എന്തായാലും ഇവിടെ അഭിയുടെ സ്നേഹം അത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറയുക കേട്ടോ. ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഒരു കുറവെന്നെ ബാധിച്ചുകൊണ്ടേയിരിക്കും. അഭിയാണെ കളിയൊക്കെ പൊളിഞ്ഞല്ലോ എന്നോർത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ഈ വീട്ടിനകത്ത് ഞാനും എൻ്റെ മക്കളും പുറമ്പോക്കാന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് ആയതുകൊണ്ട് പറയുന്നതെന്ന് അച്ഛനും അമ്മയും എപ്പോഴും പറയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ജലജ. കാരണം ഈ ജലജയും ജയനും ദേവയാനിയും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ മോനും ഞാനും ഒക്കെ പുറമ്പോക്ക് തന്നെയാണ്. കാരണം എന്ത് ഉണ്ടെങ്കിലും എല്ലാവരും ഞങ്ങളുടെ പൊക്കത്തേക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടിടുന്നത്. മുത്തശ്ശൻ ഈ ജലജ ഇങ്ങനെ തുള്ളുമ്പോൾ കിടന്ന് വഴക്ക് പറയാൻ നിന്നോട് നിർത്താനാണ് പറഞ്ഞത്. നവ്യയ്ക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൾ ആ പ്രശ്നം നയനെ അറിയിച്ചു. നയനയും ആദർശം കൂടി അത് പരിഹരിക്കാൻ നോക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിവിടെ ഒരു റോളും ഇല്ല. നിങ്ങളുടെ നിങ്ങളെ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് സത്യങ്ങൾ തുറന്ന് പറയാതിരുന്നത്. ഇതേസമയം ഡോക്ടർ വന്നു കേട്ടോ. എന്തായാലും വന്നിരിക്കുന്നത് പുതിയൊരു ഡോക്ടറാണ്. പഴയ ഡോക്ടറെ മാറ്റിയിട്ടോ. പഴയ ഡോക്ടറെ മാറ്റാനുണ്ടായ കാരണവും ഇതുപോലെ ഈ കുടുംബത്തോട് കള്ളം പറഞ്ഞ് നവ്യയോടൊപ്പം നിന്ന് നാടകം കളിച്ചതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മുത്തശ്ശൻ അത് തന്നെ ഈ വന്ന ഡോക്ടറോടും പറയുന്നുണ്ട്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ ഫാമിലി ഡോക്ടറായിരുന്നു, ആ ഡോക്ടറെ മാറ്റാൻ കാരണവും ഇത് തന്നെയാണ്. നവ്യയോടൊപ്പം നിന്ന് ഗർഭമുണ്ടോ എന്ന് കള്ളം പറഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടറും ചെയ്യാൻ പാടില്ല. എത്ര നവ്യെ ഭീഷണിപ്പെടുത്തിയാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ഡോക്ടർ മാറ്റിയത്. ഒരു ഡോക്ടർമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ്, ഒരു ഡോക്ടർമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് ഈ ഡോക്ടർ ഉറപ്പ് കൊടുക്കുകയാണ്. എന്തായാലും ഡോക്ടർക്ക് നവ്യയുടെ മുറി കാണിച്ചു കൊടുക്കാനായിട്ട് അഭിയോട് പറയുക. അഭിയ വാ കയറി വാ എന്നും പറഞ്ഞ് ആടി അഭി പോവുകയാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല, അവൾ വെറുതെ അഭിനയിച്ച എന്നും പറഞ്ഞ് ജലജ. അപ്പം മുത്തശ്ശനും വഴക്ക് പറയാം, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നീ കിടന്ന് ചലക്കുന്നത് എന്നും പറഞ്ഞ് ജലജയോട്.
എന്തായാലും ഡോക്ടർ വന്ന് നവ്യയോട് കാര്യമൊക്കെ തിരക്കുകയാണ്. അഭിയോടും നയനോടും പുറത്തിറങ്ങി പോകാൻ പറഞ്ഞ് ഡോക്ടർ അവളെ പരിശോധിക്കുകയാണ്. ഇതേ സമയം അഭിയോട് നയന് ചോദിച്ചു, അഭി നീ എന്നാ ഇനി നന്നാവുന്നതന്നെ, നീ എന്നോട് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് അഭി. അല്ല, അഭിക്ക് എങ്ങനെയാണ് ഫോട്ടോ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഉമ്മറത്ത് കിടന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടിട്ട ആളുടെ ഫോട്ടോയും കൊണ്ടിട്ട ആളെയും നമുക്ക് CCTV ക്യാമറയിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയണ്ട. എന്തായാലും ഡോക്ടർ നവ്യയെ പരിശോധിക്കുകയാണ്. എന്തായാലും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അഭിയും നയനയും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഡോക്ടറോട് നയന് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ്. അങ്ങനെ പുറത്തു നിന്ന് നയനയോട് ഡോക്ടർ വന്ന് പറഞ്ഞ വാർത്ത കേട്ട് അഭിഞ്ഞെട്ടി. നവ്യയും നയനയും ഭയങ്കര സന്തോഷത്തിലാണ്. അഭിഞ്ഞെട്ടി തെരിച്ചിങ്ങനെ നിൽക്കുക. സത്യമാണോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, നിങ്ങളാണോ നവ്യയുടെ ഹസ്ബൻഡ്? അതെ. എന്നാൽ നിങ്ങളൊരച്ഛനാവാൻ പോവുക എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുക കേട്ടോ അഭിയോട്. എന്തായാലും ഇത് താൻ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ അറിയിച്ചേരെ. എന്തായാലും നവ്യയെ നയനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയോ സ്നേഹിക്കുകയൊക്കെ ചെയ്യാണ്. ഇതൊക്കെ കണ്ടോ അഭി ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക. ഈശ്വര, ഇനി ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് അഭിക്ക് മനസ്സിലായി. എന്തായാലും ഡോക്ടർ താഴെ വന്ന് മുത്തശ്ശനോടും ജലജയോടൊക്കെ കാര്യം ഇങ്ങനെ പറയുകയാണ്. എന്തായാലും എല്ലാവർക്കും സന്തോഷമായി. ജലജയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവാണ്. ഇനിയിപ്പോൾ തലയണയൊന്നും കെട്ടിവെച്ചുകൊണ്ട് നടക്കണ്ടല്ലോ മോൾക്ക് എന്ന് മുത്തശ്ശി ഒന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് നവ്യയെ. ജലജയാണെങ്കിൽ അഭിയെ നോക്കി പേടിപ്പിക്കുക. അഭി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരും അഭിയോട് ചോദിക്കുകയാണ്, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? നീ അച്ഛനാകാൻ പോവല്ലേ, ഞാനിതെന്ന് സന്തോഷിക്കണം? ആ ഡോക്ടർ പറഞ്ഞൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്തായാലും എനിക്ക് കിട്ടിയ ഫോട്ടോസ് കൃത്രിമമാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചിട്ടുമില്ല. കണ്ടവൻ്റെ കൂടെയൊക്കെ പോയ ഇവൾ ആരുടെ കൊച്ചിനെ വയറ്റി ചുമക്കണേന്ന് ആർക്കറിയാം എന്നാണ് അഭി ഇങ്ങനെ പറയുന്നത്. നവ്യയ്ക്ക് ദേഷ്യം വന്നു. നവ്യ അരികിലേക്ക് ദേഷ്യത്തോടെ ചെന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ സംശയം? ഇത് എൻ്റെ തന്നെയാണോ? ഇനി എവിടെയെങ്കിലുമൊക്കെ അലതിരിഞ്ഞ് വയറ്റി കൊച്ചുണ്ടാക്കിയിട്ട് ഇത് എൻ്റെ ആണോ? ഇതിൻ്റെ അച്ഛൻ ഞാനെന്ന് എങ്ങനെ ഉറപ്പിക്കും എന്നൊക്കെ ചോദിച്ചു. കാത്തുന്ന കണ്ണുകളോടെ നവ്യ ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിനെ അച്ഛാന്ന് വിളിക്കണോ എന്നൊക്കെ അഭി ചോദിക്കുക. അഭിയുടെ കോളറിന് ഇങ്ങോട്ട് കയറി പിടിച്ചില്ലേ നവ്യ. അപ്പോൾ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ച് നിൻ്റേതല്ല അല്ലേ? അപ്പോഴേക്കും അഭി പറഞ്ഞു, അല്ല അല്ല അല്ല. നവ്യ ഒരൊറ്റ അടിയായിരുന്നു അഭിയുടെ ചെകിട് നോക്കി ഒരെണ്ണം കൊടുത്തു. എല്ലാവരും ചാടി എഴുന്നേറ്റു കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിക്ക് അങ്ങനെ ഒരു അടിയുടെ ആവശ്യമുണ്ടായിരുന്നു. സി യു അഗെയിൻ. താങ്ക് യു.